So Castro sir, how is your experience? After the scene, behind the scene. അപ്പോൾ മെയിൻ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിരാം. വിൻസോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നല്ല മിനി ഗെയിംസുകളുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ കളിക്കാൻ പറ്റുന്ന നല്ല മിനി ഗെയിംസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ഗെയിംസ് കളിക്കുമ്പോഴും നമുക്ക് കളിക്കുന്നതിനൊപ്പം തന്നെ 50 രൂപ മുതൽ 100 രൂപ വരെ നമുക്ക് അതിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിപ്പോൾ ഓരോ ഗെയിം കളിക്കാൻ എൻട്രി ഫീസ് വരുന്നത് വെറും 2 രൂപ മാത്രമാണ് ഇതിൻ്റെ എൻട്രി ഫീസ് ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിലിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ്, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ പറഞ്ഞ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളതിൽ ടൂർണമെന്റ്സ് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കില്ലിന് നമുക്ക് വെച്ചിട്ട് ഒരു 40 രൂപ വരെയൊക്കെ നമുക്ക് കില്ലിന് നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു വേൾഡ് വാർ പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നമ്മൾ 2-3 മിനിറ്റ് കളിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 1000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കളിച്ച് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് Paytm, UPI, ബാങ്ക് ട്രാൻസ്ഫർ വഴിയൊക്കെ നമുക്കത് റിഡീം ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഈവൻ ഒരു 3 രൂപയാണെങ്കിൽ പോലും നമുക്കത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഗെയിംസ് കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ വീട്ടിലേക്ക് പോകാം. എന്തായി, നല്ല രസമല്ലോ. അതായത് എടുത്ത് മറിച്ചിടുന്നു, നമ്മള് വീഴും വിചാരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കൂട്ടി പിടിച്ചോണ്ട് ആരുമില്ല. ഞാൻ വിറക്കുന്നുണ്ട്, നല്ലതിക്ക് വിറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു സമ്മതിക്കലേ വിചാരിച്ചു കേട്ടോ. അതായത് ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടി സമ്മതിക്കലേ. അതൊന്നും ചോദിച്ചില്ല, പിടിച്ചു പോയി. ഒന്ന് പറഞ്ഞാൽ അത് പോയി. ഓക്കെ, ടീം പേപ്പർ 3 പേര് കയറാം. നിങ്ങൾ 2 പേര് കയറിക്കോ. 4 പേര് കയറേണ്ടി വരും. അത് സമ്മതിക്കില്ല. ഞാൻ 3 പേരല്ലേ. പ്ലീസ് ഭയ്യ, അപ്പൊ നമ്മളങ്ങനെ കേറി. സാഗറില്ല, സാഗറിനെ അവർ കേട്ടില്ലാന്ന് പറഞ്ഞു.
तीन पैसे तीन है एक वन नहीं you go then two after നമ്മളെ കേട്ട് ആ 4 പേരെ പറ്റില്ല പറഞ്ഞ പോലെ ബിഗ് ഷൗട്ട് ഔട്ട് നമ്മളെ മറ്റേ പിടിക്കടാ ആ കാര്യം भैया अनदर बोट दे दो भैया ഈ ബോട്ട് മതി കുറച്ച് നേരം സുഖമായി കിടക്കാം ഇറങ്ങി അടുത്ത മെനാർ റൈഡോട് പോകണം ഇത് മമ്മൂട്ടി പാട്ട് പാടിയ പോലെയല്ലോ ഇത് മതി നിഹാലിന്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഇഞ്ചിൻ ഓൺ ആയിരിക്കുകയാണ്. കുറച്ച് വലിച്ചു പോയി ഇത് വെള്ളം നടക്കില്ല. ഗ്രീൻ ബോട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇടിച്ച് കളിച്ചോണ്ടിരിക്കുന്നത് കടലിലെ മരുന്ന് വെച്ച് കഴിഞ്ഞ് പെട്രോളും കഴിഞ്ഞ് ഇരിക്കുകയാണ് കൈസ്. അപ്പൊ ഇത് മൊത്തം കളിച്ചു പോയപ്പോ അടുത്തില്ലടാ ഇതില്ലേ എടാ ഈ കണ്ടിരിക്കോ അല്ല ഈ കയ്യിലല്ലേ വണ്ടി എടുത്ത് പിടിച്ചോ ഇനി നമ്മൾ നേരെ അടുത്തൊരിതിലേക്കാണ്.
അടുത്തത് ഓഫായി, അടുത്ത വണ്ടി വരെ നമുക്കെല്ലാം 2 റൗണ്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. കൈയോടെ ഭയ്യ ഫാസ്റ്റ്. ഓക്സിജൻ മാസ്ക് കാണുന്നുണ്ടോ? അപ്പൊ അതിൽ കയറിയിട്ടാണ് അവിടെ എവിടെയോ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഏകദേശം ഒരു ½ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എന്തായാലും പക്ക എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോ സ്കൂബ ഡൈവിംഗ് ഇതുള്ളതെല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത പാട്ട് പാട്, കമാൺ. അല്ല നമ്മുടെ കണ്ടുവരും. അടികൊണ്ടാടി വീടി ചക്കര കൊണ്ട് ആൾക്കാരില്ല, പാട്ടറിയില്ല. ഒരു ചോന പന്തൽ കെട്ടി അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് വീണ്ടും കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടിടത്ത് തന്നെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ ഇവിടെ കേട്ടോ, നമ്മുടെ OnePlus വയറിൻ്റെ അടിയിലാണ്. മറ്റേ സാധനത്തിൻ്റെ ഒരു പൗച്ചിൻ്റെ ഇട്ടിട്ടാണ് നമ്മളിവിടെ. ഏതിന് കയറുന്നത്? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറാണ്. ഇതെങ്ങനെ കയറുക? ഇതിനടാ ഇവിടെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അസീസ് ഇറങ്ങി. For YouTube. U-turn करो, U-turn. इसमें लेफ्ट हैंड डालो, छोड़ने का नहीं, लेफ्ट हैंड डालो. I don't want to see. Okay, okay. Don't feel. Okay. This two, bite your teeth. Bite. In out, in out. Take a long and deep, okay? In out, in out. This is okay signal. This is up signal. Now look down. Keep practice. Don't swim, don't swim, don't swim, bro. Keep practice. ये क्लियरिटी में क्या रखा है? दोनों साइड
അപ്പോൾ ഇതൊരു പ്രോപ്പർ സ്കൂബ ഡൈവിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ബേസിക് ട്രെയിനിങ് മാത്രമാണ്. അതായത് നമുക്ക് ആ ഒരു സാധനമൊക്കെ നമ്മുടെ വായിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കടലടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ജസ്റ്റ് ഒരു ട്രെയിനിങ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് നമുക്ക് കടലടിയിലേക്ക് പോകുന്ന ഒരു പ്രോപ്പർ ഒരു സ്കൂബ ഡൈവിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ പാരാസെയിലിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇവിടെ മുകളിൽ നോക്കി കാണാൻ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അവിടെ തൊട്ട് പാരാസെയിലിംഗ് തൊട്ടിട്ട് സ്കൂബ ഡൈവിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 5 റൈഡ്സ് ഉണ്ട്. നമ്മുടെ ബോട്ടിൽ കയറുന്നത്, നമ്മുടെ ബനാന റൈഡ്, അങ്ങനെ ഒരുപാട് നമ്മൾ ഇത്രയും കണ്ടില്ലേ. അതായത് പാരാസെയിലിംഗ് തൊട്ടിട്ട് സ്കൂബ ഡൈവിംഗ് വരെയുള്ള എല്ലാ റൈഡ്സും, അതായത് 5 റൈഡ്സ് പ്ലസ് സ്കൂബ ഡൈവിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ 1800 രൂപയുടെ ഒരു പാക്കേജ് ആണ്. ഓക്കെ, അപ്പോൾ ആ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതിനുള്ളിൽ ഒരു കടലടിക്ക് വന്ന് സ്കൂബ ഡൈവിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അതിൻ്റെ ഉണ്ട് കേട്ടോ, അതിൻ്റെ സെപ്പറേറ്റ് പാക്കേജാണ്, അതിൻ്റെ റേറ്റ് കൂടിയുള്ള പാക്കേജിലുണ്ട്. പക്ഷേ നമ്മൾ അതാണ് തെറ്റിദ്ധരിച്ചാണ് ഇതിൽ കയറിയത്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ബേസിക് ട്രെയിനിങ് തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എപ്പോഴെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട് തോന്നി ഈ ഒരു സംഭവം, ഈ സ്കൂബ ഡൈവിംഗ് ശരിക്കും കടലിനടിക്ക് പോകുന്നത്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എന്നാലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഇതുവരെയുള്ളത് നമുക്കൊരു 1800 രൂപയുടെ പാക്കേജിലാണ് ഇത്രയും വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ബങ്കി ജമ്പിങ് എത്ര റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് 3400 ആണ് ബങ്കി ജമ്പിങ് ചെയ്യാൻ വരുന്നത്. പിന്നെ ഇത് പാരസൈലിംഗ് തൊട്ടിട്ട് നമ്മുടെ സ്കൂബ ഡൈവിംഗ് വരെയുള്ള എല്ലാം ഒറ്റ പാക്കേജാണ്, അത് 1800 രൂപയാണ്. ഓക്കെ, സംഭവം ഒരു സ്റ്റാർട്ടേഴ്സിന് അല്ലെങ്കിൽ ആദ്യം സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നവർക്കുള്ള എക്സ്പീരിയൻസ്. സംഭവം എന്തത് അവിടുത്തെ വെള്ളം, ഇവിടുത്തെ വെള്ളം കാറ്റിന്റെ ഇറക്കണം, നല്ല കാറ്റുണ്ട്. എന്തായാലും കണ്ടപ്പോ വലിയ ഒരു സുഖം തോന്നിയിരുന്നില്ല, പക്ഷേ ഇറങ്ങിയിട്ട് അടിക്ക് പോയപ്പോ സംഭവം അടിപൊളിയാണ്. മീനുകളെ കാണാൻ പറ്റും, അവരുടെ വീഡിയോയില് പക്കായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്, മീനുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അടിക്ക് കണ്ടിട്ടുണ്ട്, കാല് കെട്ടുണ്ട്, വലിയ ആഴൊന്നുമില്ല, പക്ഷെ കുറെ അടിക്ക് പോകുമ്പോ നല്ല ഒരു ആഴത്തിൽ പോകുന്ന ഫീൽ ഉണ്ട്. ശ്വാസം എടുക്കണോ പാക്കേജ് കൊടുക്കുന്ന എമൗണ്ടിനുള്ള ഉണ്ട്. വിറക്കിലാണ് പറ്റാ, ഞാൻ അടിക്ക് പോകുമ്പേ ഇപ്പൊ വെള്ളം കയറുമ്പോ വായിലൊക്കെ വെള്ളം കയറുന്നില്ലേ? ഈ സാധനം വായിൽ വെക്കുമ്പോൾ നമ്മൾ ആ സാധനം കടിച്ചു പിടിക്കും, അല്ലാണ്ട് നമ്മൾ വർത്താനം പറയാൻ അവിടെ വന്നു കഴിഞ്ഞാല് ഉറപ്പന്നെ വെള്ളം കയറും. അവന്റെ തൊണ്ണൊക്കെ പൊട്ടിയടോ സംഭവം. വെള്ളത്തിന് തണുപ്പല്ല കേട്ടോ, കാറ്റടിച്ചിട്ട് തണുപ്പുണ്ട്. വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോ കാറ്റടിക്കുന്നു. അപ്പൊ നമ്മളങ്ങനെ ഫ്ലൈം ബോർഡിങ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇപ്പം തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുണ്ടാവുക. അത്യാവശ്യം വെയിറ്റ് ചെയ്യണം. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ സെൻറ്ററായിട്ട് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മറ്റേ പാരാസൈലിംഗ് വരുമ്പോൾ ഛർദ്ദിക്കാൻ വന്നായിരുന്നു, പിന്നെ എങ്ങനെയോ അത് പോയി, എന്താവുമെന്ന് അറിയില്ല. Wash your leg. Hello. Get down. Wash your leg. Okay. Right. ये लो. ये खराब है. हाँ. वो प्रेशर फिटेड खुल जाएगा. Wash your legs. കാലെല്ലാം വൃത്തിക്ക് കളയണം, കഴുകാൻ പറഞ്ഞതാണ്. Come on. Okay. Wait. Hold on. Move. Come on. Wait. Remove. Put it off right now. Remove. Give it there. Okay. निकलना जैकेट अभी पूरा परेशान. Why can you shoot? Keep your ankles straight, knee straight, body straight. Okay. Wear the helmet. Shoulder देखो आप. So jump in front. Keep your chin above the water. एक आधा पैसा तो रिफंड दे दो. नहीं देगा. आपको पिक्चर अच्छा नहीं लगा, आप हॉल से बाहर चले गए. किसका करना? नहीं चली जरा जा रही.
अब नहीं करे वो कोई कोई आप देखो एक लड़का वो था, अभी एक लड़का ये है। अभी देखते हैं स्टैमिना, मेन आपका स्टैमिना कितना है। कोई कोई 50-55 साल का आके भी पूरा 20 मिनट उठ के जाता है। मैं सैल्यूट मारता हूँ उस आदमी को। इट इज़ योर स्टैमिना। അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് ഫ്ലൈ ബോർഡിങ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വീഡിയോസിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ സംഭവം ചെയ്യാനെന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായി. കാരണം നമ്മളിപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഒന്നല്ലേ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബാലൻസ് ചെയ്തിട്ട് വീഴും. ആ സെയിം അവസ്ഥ തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ. ആ ഒരു വെള്ളത്തിൻ്റെ പ്രഷറിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ പോകുന്ന ടൈമിൽ ഒന്നല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയാലും അത് വീഴുന്നുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ നമ്മൾ വീണ് പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ സംഭവം കുറേ വീണ് അവസാനം പഠിക്കേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ടൈം മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് പറ്റിയത്. നല്ല രീതിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവസാനം മോളിൽ പോയി ഒറ്റ വീഴ്ച എന്നാലും അത് ആ ഫോഴ്സിൽ വീഴുന്നതുകൊണ്ട് തന്നെ വയറൊക്കെ ഇടിച്ച് പുറക്കെ ഇടിച്ച് വീണുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എഫക്റ്റ് ये पट्टा उसका अशोक अरबोल में एक बंदा था, वो कुछ भी काम करता था ना उसका हाथ पर ऐसा हिलता था। उसको मैं क्या बोलता था मालूम है? वो शाहरुख खान दिल में मेरे है दर्द इसको। नाइस वन। पानी no. Stand on straight, maintain the pressure, keep your knee straight, don't bend your knee, your balance going backward, straight, balance, don't bend, come on, stand on straight, balance, straight, balance, yes, balance, come back, just lying down, keep the body direction here, anyway last one you did good. So guess so sir, how is your experience? After the scene, behind the scene, how is your experience? അവിടെ പോയി എടുത്തിട്ട് വെള്ളം കൂടി കുറെ വളരെ നന്നായി. അത് എന്റെ ബുദ്ധിപരമായുള്ള നീക്കമായിരുന്നു. എന്റെ കാറി പോയിട്ട് കിടക്കാം. എന്തെങ്കിലും അടിച്ചിട്ടാണോ പോയത്? ഇത് നാടൊന്നും മാറി കുടിച്ചില്ലല്ലോ. എടാ എന്താ ഛർദ്ദിച്ചെന്നാ വീട് കണ്ടാൽ മനസ്സിലാവും. ഇത് കുറച്ചിറങ്ങി ഇച്ചിരി നേരം ഏറ്റവും അവസാനം നിന്നത് അതുവരെ നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ മറിഞ്ഞു വിടും. ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ആ ഫോഴ്സ് അടിക്കുമ്പോൾ കുറച്ച് മുകളിൽ വന്നിട്ട് നേരെ കുത്തനെ ഒറ്റ ഇടിയാ. ഒന്നല്ലേ പുറടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഇടിച്ചിട്ട്. പക്ഷേ ലൈഫ് ജാക്കറ്റ് കൊണ്ട് വല്ലാണ്ട് സീനില്ല. ആരും ആ സാധനം ഇടിച്ചതിലാണ് ഈ ഛർദ്ദിച്ച് മൊത്തം വന്നത്. എല്ലാ വർഷം പൊന്തി കഴിഞ്ഞാൽ എങ്ങനെയാലും വീഴുമ്പോൾ ബാലൻസ് ചെയ്ത് ഇറക്കാൻ പറ്റില്ലല്ലോ. ഫോഴ്സിലേ വീഴുക. അങ്ങനെ ഒറ്റ ഐഡിയ. അത്രയും സംഭവം ഉണ്ട്. കാണുന്ന പോലെ എളുപ്പമല്ല സാധനം. ഞാൻ വെച്ച് ഈസി ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. പക്ഷേ കാണുന്ന പോലെ എളുപ്പമല്ല സാധനം. അത്യാവശ്യം നല്ല സെറ്റാവും. കുറേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നീന്തൽ അടിക്കുന്ന പോലെ ആദ്യമൊന്നും പറ്റില്ല. പക്ഷേ ആ സെയിം സാധനം നമ്മൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഒപ്പം ആ ബോട്ടുകാരുണ്ടായില്ല, അവിടെ ഒരു 3 പേരുണ്ടായിരുന്നു. ഒരാൾ കയറിയില്ല. അയാൾ കയറിന പിന്നെ ഛർദ്ദിച്ച്. അയാളിനെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഇട്ട ഷൂ ആയിരുന്നില്ല. നമ്മുടെ ഒപ്പം ബോർഡിൽ ആരും ഇല്ലാണ്. രണ്ടുപേരുണ്ട്, 3 പേരുണ്ടായിരുന്നു റോഡിൽ. ഒരാൾ കയറിയില്ല. അപ്പൊ അയാൾ ഷൂ ബോട്ടിലല്ല നിൽക്കുന്നത്. എന്ത് ബോർഡ്? ഫ്ലൈങ് ബോർഡിൽ ഒറ്റക്കാ നിൽക്കുക. നമ്മൾ ഒറ്റക്കാണ്, പിടിക്കാൻ ആരുമില്ല. അതാണ് സീനേ. ഒറ്റക്ക് പറ്റേണ്ടത് സാധനം.
താഴെ ഇഞ്ചി ഹോട്ടലുണ്ടോ? വേണ്ട വേണ്ട